ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വിശിഷ്യ ചരിത്ര പുരുഷനെ കുറിച്ചാണ്. അദ്ദേഹം ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും എവിടെയും കാണാൻ കഴിയില്ല. തമസ്കരിക്കപ്പെട്ട ഒരു ചരിത്ര പുരുഷനെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ്. ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്നു. എറണാകുളം ജില്ലയിൽ എടവനക്കാട് സ്വദേശിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിയായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നും ആകപ്പാടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ 2 കേന്ദ്രമന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തെ മന്ത്രി ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്ര നിയമ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. മറ്റൊരാൾ കെ വി തോമസ് ആണ്, എറണാകുളം ജില്ലയിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള. ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെല്ലാം പങ്കെടുത്ത് ജയിൽവാസമെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലെല്ലാം വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു സേവനം കൂടിയും അദ്ദേഹം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനും ബാരിസ്റ്ററും നിയമപണ്ഡിതനൊക്കെ ആയിരുന്നു ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ്. ആ ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. 1923 മെയ് 29-നാണ് സയ്യിദ് മുഹമ്മദ് എടവനക്കാട് ഗ്രാമത്തിൽ ജനിക്കുന്നത്. കുഴിപ്പള്ളി, ഇന്നത്തെ കണ്ടത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. വലിയ വീട്ടിൽ അബ്ദുൽ അസീസാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. എടവനക്കാട് ഗവൺമെൻറ് UP സ്കൂള്, ചെറായി രാമവർമ്മ സ്കൂള്, എറണാകുളം മഹാരാജാസ് കോളേജ്, മധുരയിലെ അമേരിക്കൻ കോളേജ്, പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാല, ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ്, ലണ്ടൻ ഇന്നർ ടെമ്പിൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ബിരുദമുണ്ട്, അഭിഭാഷക ബിരുദമുണ്ട്. അദ്ദേഹം ബാരിസ്റ്ററായിരുന്നു. ഇന്ത്യയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഭാരത് ലോയിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ളൂ. വളരെ ചുരുക്കം ആളുകൾ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്ന അത്തരത്തിലുള്ള കുറച്ച് ആളുകളെ ആ സമയത്ത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ലണ്ടനിൽ പോയിട്ട് LLB ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്തരം ചുരുക്കം ചിലരിൽ പെട്ട ഒരാളാണ് പറഞ്ഞ ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ്. ചെറായി രാമവർമ്മ സ്കൂളിലെ തന്നെ ഒരു അധ്യാപകനായിരുന്നു. KC എബ്രഹാം മാഷ് എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവാണ് അദ്ദേഹം. സയ്യിദ് മുഹമ്മദിൻ്റെ ഗുരുനാഥനായിരുന്നു. സയ്യിദ് മുഹമ്മദ് രാമവർമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ KC എബ്രഹാമാണ് സയ്യിദ് മുഹമ്മദിനെ ഉപദേശിച്ചത് ലണ്ടനിൽ പോയിട്ട് LLB പഠിക്കണമെന്നൊക്കെയുള്ള ഉപദേശം നൽകിയത്. അപ്പം അങ്ങനെയാണ് സയ്യിദ് മുഹമ്മദിൻ്റെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു മോട്ടിവേഷൻ ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. KC എബ്രഹാം വലിയൊരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായിട്ടൊക്കെ ഉദ്യോഗം വഹിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു KC എബ്രഹാം. അതുപോലെ തന്നെ ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത കാലം അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് കൊച്ചു നാട്ടുരാജാവിൻ്റെ അരിശത്തിനൊക്കെ വിധേയമായി അദ്ദേഹം മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് പിന്നീട് പഠനം തുടരാനായിട്ട് മധുരയിലെ അമേരിക്കൻ കോളേജിൽ അഡ്മിഷൻ തേടുന്നത്. അത് മറ്റൊരു രാഷ്ട്രീയ ഉപദേശം വെച്ച് അദ്ദേഹം അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം തുടരുന്നത്. അപ്പം അത്തരത്തിലൊക്കെ വലിയ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ്. സ്വാതന്ത്ര്യാനന്തരം ദേശീയ രാഷ്ട്രീയത്തിലും ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 1958 ഫെബ്രുവരി 16-നായിരുന്നു അദ്ദേഹം സാറാ ബീവിയെ വിവാഹം കഴിച്ചത്. ഈ സാറാ ബീവി ആരാണെന്നറിയും? അവർ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ നമുക്കറിയാം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സഹോദരിയായിരുന്നു സാറാ ബീവി. ഫാത്തിമ ബീവിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കാണുക. ഫാത്തിമ ബീവിയുടെ സഹോദരിയായിരുന്നു സാറാ ബീവി. അവരാണ് ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദിൻ്റെ സഹധർമ്മിണി. ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് ഒരു പ്രഗത്ഭ നിയമജ്ഞനായിരുന്നു. 1965 കാലത്ത് അദ്ദേഹം സുപ്രീം കോടതിയിലെ കേരളത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലറായിരുന്നു. പിന്നീട് 65-67 കാലത്ത് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. 67 കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു. EMS സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സയ്യിദ് മുഹമ്മദിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തില്ല. ഇന്ദിരാഗാന്ധിയുടെ പ്രിയ സുഹൃത്തായതുകൊണ്ട് കേന്ദ്രത്തിൽ നിയമത്തിൻ്റെ തൻ്റെ ഉന്നത ഉദ്യോഗം അദ്ദേഹത്തിന് നിയമിക്കപ്പെടുകയുണ്ടായത്. അപ്പം അത്തരത്തിൽ വലിയ ഇന്ദിരാഗാന്ധിയുമായിട്ട് നല്ല ഉറ്റബന്ധം, രാഷ്ട്രീയ ബന്ധം ഉണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ഒരു കേരള പൊളിറ്റീഷ്യനായിരുന്നു. കേരളത്തിലെ ഇന്ത്യൻ പൊളിറ്റീഷ്യനായിരുന്നു. അങ്ങനെയാണ് പറയുന്നതെന്നല്ല, അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സ് വലിയ റോളൊന്നുമല്ല. അദ്ദേഹം ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിടി. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. AICC അംഗമായിരുന്നു.
അപ്പോൾ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. ഡോക്ടർ സെയ്ദ് മുഹമ്മദ് 1967-71 കാലത്ത് സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലറായിരുന്നു. പിന്നീട് 1971 മുതൽ കേരളത്തിൻ്റെ തന്നെ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് അദ്ദേഹം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് കമ്മിറ്റി അംഗമായിരുന്നു. 1966-68 കേരള യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ഓഫ് ലോ ആയിട്ട് അദ്ദേഹം വർദ്ധിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ ജേണൽ ഓഫ് ഇന്റർനാഷണൽ ലോ എന്നതിൻ്റെ പാറ്റേൺ മെമ്പറായിരുന്നു അദ്ദേഹം. മലയാളം എൻസൈക്ലോപീഡിയയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു. 1965 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഇന്റർനാഷണൽ ലോയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1968-73 കാലത്ത് കേന്ദ്ര വഖഫ് കൗൺസിൽ അംഗമായിരുന്നു. റബ്ബർ ബോർഡിൻ്റെയും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അഡ്വൈസറി കൗൺസിലിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഡയറക്ടറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1973 ഏപ്രിൽ മുതൽ 1977 മാർച്ച് വരെയായിരുന്നു അദ്ദേഹം രാജ്യസഭാംഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 75 മുതൽ 77 വരെയായിരുന്നു അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ലോ, ജസ്റ്റിസ് ആൻഡ് കമ്പനി അഫയേഴ്സ് അഥവാ നിയമനീതിന്യായ കമ്പനി കാര്യ സഹമന്ത്രി ആയിട്ടായിരുന്നു അദ്ദേഹം വർദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം വൈപ്പിങ്കരയിൽ വലിയ വമ്പിച്ച ഒരു സ്വീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകരണ സമ്മേളനത്തിൽ സിനിമാ നടൻ ബഹദൂറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനുഭവം പ്രമുഖ മാധ്യമപ്രവർത്തനായ സലാം എടവനക്കാട് പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി സലാം. എനിവേ, സെയ്ദ് മുഹമ്മദ് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു നിർണായകമായ രാഷ്ട്രീയ ചലനത്തിൻ്റെ ഭാഗമായിരുന്നു സെയ്ദ് മുഹമ്മദ് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. പിന്നെ നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ മൊത്തം കോൺഗ്രസിന് വലിയ ഇടിത്തി ഉണ്ടായെങ്കിലും സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അടിപതറിയിട്ടുണ്ടായിരുന്നില്ല. എന്നതുപോലെ 1977 നടന്ന ജനറൽ ഇലക്ഷനിൽ ഡോക്ടർ വി എസ് സെയ്ദ് മുഹമ്മദ് കോഴിക്കോട് പാർലമെന്റിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. 51% വോട്ട് നേടി അദ്ദേഹം വിജയിക്കുകയാണ് ഉണ്ടായത്. ഭാരതീയ ലോക്ദളിൻ്റെ എം കമലമായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പിന്നെ ഇദ്ദേഹം വലിയ ഒരു അന്തർദേശീയ തലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ആ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. 1965 ആസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഇമ്പീരിയൽ ആൻഡ് കോമൺവെൽത്ത് ലോ കോൺഫറൻസിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1971 യുണൈറ്റഡ് നാഷൻസിലേക്കുള്ള ഇന്ത്യൻ ഡെലിഗേഷൻസിന്റെ സീനിയർ അഡ്വൈസറായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 1975 ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ പാർട്ടിയായ സോഷ്യലിസ്റ്റ് പാർട്ടിയായ ബാത്ത് പാർട്ടിയുടെ വാർഷികത്തിൽ സെയ്ദ് മുഹമ്മദ് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1976 ജൂണിൽ ഇന്ത്യൻ പ്രസിഡന്റിനോടൊപ്പം അദ്ദേഹം ഇറാൻ സന്ദർശിച്ചു. 1976 ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഇന്ത്യൻ ലീഡറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന ഉദ്യോഗമായിരുന്നു ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട്. 1980-84 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചത്. അപ്പം ഇത്തരത്തിൽ വലിയ അന്തർദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ വി എസ് സെയ്ദ് മുഹമ്മദ്. അതുകൂടാതെ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ UK, USA, USSR, കാനഡ, ഹോങ്കോങ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ലെബനാൻ, കുവൈത്ത്, ഓസ്ട്രേലിയ, ഇറാൻ, ഇറാഖ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കൃതികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്വക്കേറ്റ് എന്ന ഒരു പുസ്തകമാണ്. മറ്റൊന്നാണ് ജുഡീഷ്യൽ പ്രസിഡൻസ് ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ലോ. മറ്റൊന്ന് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് വേൾഡ് ട്രേഡ്. മറ്റൊരു വർക്കാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇഷ്യൂ. മറ്റൊന്നാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാവ്സ് ഓർ ഹാവ് നോട്ട്സ് എന്നിങ്ങനെ കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു വായനപ്രിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം വായനയായിരുന്നു. സാഹിത്യം, ചരിത്രം, കല, വിദേശകാര്യം, വിദേശ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വായനയുടെ അഭിരുചി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗാർഡനിങ് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പൂന്തോട്ട പരിപാലനം വലിയ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദങ്ങളിൽ അത് ഉൾപ്പെട്ടിരുന്നു. 1976 മെയ് 27 അദ്ദേഹത്തിന് താമ്രപത്ര അവാർഡ് നൽകി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്ക് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം ഒരു അവാർഡ് നൽകി ഗവൺമെൻറ് ആദരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സംഭവകരമായ ജീവിതം നയിച്ച ഡോക്ടർ വി എസ് സെയ്ദ് മുഹമ്മദ് അദ്ദേഹം മരണപ്പെട്ടത് 1985 ഫെബ്രുവരി 28 62ാമത്തെ വയസ്സിലായിരുന്നു ഡോക്ടർ സെയ്ദ് മുഹമ്മദ് മരണപ്പെട്ടത്. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത് എടവനക്കാട് ജുമാഅത്ത് മസ്ജിദിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കം എന്ന സാറാ ബീവിയെയും ഖബറടക്കിയിരിക്കുന്നത് എടവനക്കാട് ജുമാഅത്ത് മസ്ജിദ് ഖബർസ്ഥാനിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ വി എസ് സെയ്ദ് മുഹമ്മദ്. അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിപ്പം, അദ്ദേഹത്തിൻ്റെ
ലെഗസി, ഹെറിറ്റേജ്, പൊളിറ്റിക്കൽ ഹെറിറ്റേജ് വലിയൊരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ പഠനത്തിന് അർഹനായൊരു വിശിഷ്ട വ്യക്തിത്വമാണ്, ചരിത്ര പുരുഷനാണ് ഡോക്ടർ വി.എസ്. സേതുമുഹമ്മദ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിവേ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.